കോട്ടയം ജില്ലയിൽ 2 ദിവസമായി വീശിയ ശക്തമായ കാറ്റിൽ വ്യാപക നാശനഷ്ടമുണ്ടായിരിക്കുന്നു. മരം കടപുഴകി വീണ് 50ഓളം വീടുകളും വാഹനങ്ങളും തകർന്നു. വൈദ്യുതി പോസ്റ്റുകളും തകരാറിലായി. 5 കോടി രൂപയുടെ നഷ്ടമുണ്ടായതായാണ് പ്രാഥമിക വിലയിരുത്തൽ. ഞായറാഴ്ച വൈകിട്ട് 5 മണിയോടെയുണ്ടായ ശക്തമായ കാറ്റ് രാമപുരം, ഐങ്കൊമ്പ്, മരങ്ങാട്ടുപള്ളി എന്നിവിടങ്ങളിലാണ് നാശം വിതച്ചത്. നിരവധി വീടുകളും വൈദ്യുതി പോസ്റ്റുകളും തകർന്നു. വീടിന് മുകളിലേക്ക് മരം വീണെങ്കിലും ആളുകൾ പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു. ഇപ്പം പ്രായത്തിന്റെ കാറ്റ് ഇങ്ങനെ സാധ്യമായിട്ട് കാണുന്നുണ്ട്. കാറ്റെന്ന് പറഞ്ഞാൽ നമുക്കത് ഓടി മാറാൻ പോലും സമയം കിട്ടാത്തൊരു കാറ്റായിരുന്നു. മരങ്ങൾ തിരുതര കടപുഴകി വീഴുന്നു. പക്ഷെ എങ്ങോട്ടൊന്നും മാറും ആ ഒരു അവസ്ഥയില്ല. ചുറ്റും മരങ്ങൾ വീണുകൊണ്ടിരിക്കുവായിരുന്നു. വളരെ ഭയാനകമായിരുന്നു. പിള്ളേരും വീട്ടിലെ പെണ്ണുങ്ങളെല്ലാം പേടിച്ച് കാറി. മരം വീണ പലയിടത്തും ഗതാഗതം പുനഃസ്ഥാപിക്കാനുള്ള ശ്രമങ്ങൾ തുടരുകയാണ്. അടിയന്തര സർക്കാർ സഹായത്തിന് ഇടപെടൽ തുടങ്ങി. നിരവധി വീടുകൾ നഷ്ടപ്പെട്ടു. അതാണ് വലിയ ഒരു പ്രതിസന്ധി. പാവപ്പെട്ട ഒത്തിരി ആൾക്കാരുടെ വീടുകൾ മരം വീണ് തകർന്നു പോയി. അവർക്കൊരു അടിയന്തരമായി പുനരധിവാസത്തിനുള്ള സാഹചര്യങ്ങളും അല്ലെങ്കിൽ അവർക്ക് സാമ്പത്തിക സഹായങ്ങളും ചെയ്തു കൊടുക്കുവാൻ വേണ്ടി തീർച്ചയായിട്ടും ഗവൺമെന്റ് ഭാഗത്ത് നിന്ന് ഇപ്പോൾ ആർഡിഒയുടെ നേതൃത്വത്തിൽ ഇവിടെ ഒരു സംഘം വന്നിട്ടുണ്ട്. അപ്പോൾ ഈ സാഹചര്യങ്ങളൊക്കെ നോക്കി എത്രയും വേഗം അതിനോട് നടപടി സ്വീകരിക്കാൻ വേണ്ടി എല്ലാവരും ഒറ്റക്കെട്ട്, കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് ഇതിന്റെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. നാശനഷ്ടമുണ്ടായ മേഖലകളിൽ പാലാ ആർഡിഒയുടെ നേതൃത്വത്തിൽ റവന്യൂ സംഘം പരിശോധന നടത്തി. കുറച്ച് അധികം നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അത് വിലയിരുത്തുന്നതിന് വേണ്ടിയാണ് വന്നിട്ടുള്ളത്. അഗ്രികൾച്ചർ ഡിപ്പാർട്ട്മെന്റും അതുപോലെ തന്നെ എഞ്ചിനീയറിംഗ്, പഞ്ചായത്ത് എഞ്ചിനീയറിംഗ് വിങ്ങും ഉണ്ട് കൂടെ. അപ്പോൾ അവരും കൂടെ നോക്കി വിലയിരുത്തിയതിന് ശേഷം മാത്രമാണ് നമുക്ക് വാല്യുവേഷൻ്റെ കാര്യവും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ തിട്ടപ്പെടുത്താൻ പറ്റുള്ളൂ. വില്ലേജ് ഓഫീസർമാരും എഞ്ചിനീയറിംഗ് വിങ്ങും പരിശോധിച്ച് കൃത്യമായി, ഇപ്പോൾ കുറച്ച് വീടുകൾ ഞാൻ കണ്ടിട്ടുണ്ട്, പക്ഷെ അത്രയും വീടുകൾ തന്നെയാണോ എന്നുള്ളത് നോക്കി ഉറപ്പാക്കണം. ഇന്നലെ പ്രവിത്താനത്തുണ്ടായ ശക്തമായ കാറ്റിൽ വൈദ്യുതി പോസ്റ്റുകളും മരങ്ങളും വീണ് വീടുകളും വാഹനങ്ങളും തകർന്നു. കറുകച്ചാൽ, വൈക്കം, കൂട്ടിക്കൽ, ഇളങ്കാട് തുടങ്ങിയ പ്രദേശങ്ങളിലും മരം കടപുഴകി വീണ് നാശനഷ്ടങ്ങളുണ്ടായി. കേരള വിഷൻ ന്യൂസ്, കോട്ടയം.